ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമുണ്ട്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിക്ഷുദ്ധം ഏഷ വസ്തിഷ്ഠ കാമദുഃഖ്. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് യജ്ഞഭാവനയോടുകൂടിയാണ്. ഈ യജ്ഞത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടതെല്ലാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തുവിൻ എന്നാണ് ഭഗവാൻ അതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരെയും യജ്ഞഭാവനയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രജാപതി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ യജ്ഞം എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം ചലനാത്മകമാണ്. അണുമുതൽ അണ്ടക്കടാഹം വരെയും ചലനത്താൽ നിയന്ത്രിതമാണ്. നമുക്കറിയാം, ആറ്റത്തിലും ചലനം നടക്കുന്നുണ്ട്. ആറ്റം മുതൽ അണ്ടക്കടാഹം വരെയും ചലനത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. ചലനത്തെ തന്നെയാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഈശ്വരൻ്റെ ശരീരമാണ്. അപ്പോൾ ഈ ഈശ്വരൻ്റെ ശരീരം, ഈ പ്രപഞ്ചം കർമ്മബദ്ധമാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത്, ഭഗവത്ഗീത വിളിക്കുന്നത് കുരുക്ഷേത്രം എന്നാണ്. അപ്പോൾ അവിടെ ചെയ്യൂ എന്ന് എപ്പോഴും സദാ നിർദ്ദേശങ്ങളുണ്ട്. കർമ്മം ചെയ്തേ മതിയോ. ആർക്കും അരനിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ കർമ്മം എപ്രകാരം ചെയ്യണം? അവിടെ യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം നമ്മളെ ഉയർത്തും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ കർമ്മക്ഷേത്രം കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാക്കി മാറ്റണമെങ്കിൽ യജ്ഞം ചെയ്യുക തന്നെ വേണം. യജ്ഞഭാവനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ ഏവരെയും ജഗദീശ്വരനും ഗുരുപരമ്പരയും അനുഗ്രഹിക്കട്ടെ. ഹരി.